സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 255 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശിവപ്രസാദാണ്, കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്റർ, കണ്ണൂർ. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ രാഘവൻ നായർ, കാസർഗോഡ്. ഭജന പാടുന്നത് ശ്രീമതി ശർമിള രാഘവൻ നായർ. സ്വാഗതം. മാഷെ തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. ഓങ്കാരവും ഗായത്രിയും ജപിച്ചതിന് ശേഷം രാഘവൻ നായരെ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. രാഘവൻ നായർ വീഡിയോ ഓൺ ചെയ്തു സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാരായണം തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്ദനം. എൻ്റെ പേര് രാഘവൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കരിച്ചേരി വില്ലേജിലാണ് താമസം. ഞങ്ങൾ കാഞ്ഞങ്ങാട് സമിതിയായിട്ടാണ് ബന്ധപ്പെട്ടു ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമിയുടെ വാണി വായിക്കാം. സ്വാമിയുടെ വാണി വായിക്കാം. 2024 ഡിസംബറിലെ സനാതന സാരഥിയിലെ ഭഗവാന്റെ അവതാരവാണിയാണ് ഞാൻ വായിക്കുന്നത്. സായിരാം, തുടങ്ങിക്കോട്ടെ? ഓക്കെ ഓക്കെ, തുടങ്ങിക്കോളൂ. യേശുവിൻ്റെ ജനനം സെപ്റ്റംബർ 15-നാണെന്ന് ചിലർ പറയുന്നു. എന്നാൽ ഡിസംബർ 28 രാവിലെ 3:15 ഉണ്ണിയേശു പിറന്നത്. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഉണ്ണിയേശുവിൻ്റെ ജനന സമയത്ത് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പല സിദ്ധാന്തങ്ങളും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം 800 വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നു. ആ നക്ഷത്രവും യേശുവിൻ്റെ ജനനവുമായി ബന്ധമൊന്നുമില്ല. ദിവ്യാവതാരങ്ങൾ ഉണ്ടാകുമ്പോൾ നക്ഷത്രം ഉദിക്കണമെന്നില്ല. യേശു സ്വയം ഒരു നക്ഷത്രമായിരുന്നു, അനന്തമൂല്യമുള്ള നക്ഷത്രം. ആ നക്ഷത്രം അനന്തമാനങ്ങളുള്ള പ്രകാശ ദീപ്തി എങ്ങും പരത്തി. അവിടെ പ്രകാശം കുറഞ്ഞ മറ്റൊരു നക്ഷത്രം എന്തിന് ഇളങ്ങണം? ഉണ്ണിയേശുവിനെ ദർശിക്കാനായി 3 പണ്ഡിതർ എത്തി. തിരിച്ചു പോകുന്നതിന് മുമ്പ് അവർ ഓരോരുത്തരായി കന്യാമറിയത്തോട് ശിശുവിനെ കുറിച്ച് പറഞ്ഞു. അവൻ ഈശ്വരനെ സ്നേഹിക്കും, ഈശ്വരൻ അവനെ സ്നേഹിക്കും, അവൻ ഈശ്വരനാകുന്നു. ഈ 3 പ്രവചനങ്ങളുടെ ആന്തരിക അർത്ഥം എന്ത്? ആദ്യത്തെ വിജ്ഞാനി പറഞ്ഞതിൻ്റെ സൂചന ശിശു ഈശ്വരൻ്റെ വാഹകനാകുമെന്നാണ്. സന്ദേശവാഹകന് യജമാനനെ സ്നേഹിക്കാതിരിക്കാനാവില്ല. എന്നാൽ യജമാനൻ അത്ര എളുപ്പം വാഹകനെ സ്നേഹിക്കണമെന്നില്ല. രണ്ടാമത്തെ പണ്ഡിതൻ പറഞ്ഞത് ഈശ്വരൻ അവനെ സ്നേഹിക്കുമെന്നാണ്. എന്തുകൊണ്ട്? കാരണം അവൻ ദൈവപുത്രനാണ്. പുത്രനെ സ്നേഹിക്കാതിരിക്കാൻ പിതാവിന് കഴിയുമോ? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന ക്രിസ്തുവചനം തന്നെ 3ാമത്തെ പ്രസ്താവനയുടെ സാരം. ദൈവത്തിൻ്റെ പുത്രനായതിനാൽ പിതാവിൻ്റെ സ്ഥാനം നേടാൻ പുത്രൻ അവകാശിയാണ്. കാരണം പുത്രനാണല്ലോ പിതാവിൻ്റെ സ്വത്തിന് അവകാശി. പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. ബാലനായ യേശു.
12-ാമത്തെ വയസ്സിൽ യേശു മാതാപിതാക്കളോടൊപ്പം ജെറുസലേമിൽ യഹൂദോത്സവത്തിന് പോയി. ജനത്തിരക്ക് യേശുവിനെ കാണാതായി. മറിയം പരിഭവിച്ചു. കുട്ടിയെ തിരക്കി നടന്നു. ഒടുവിൽ പണ്ഡിതന്മാരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ മറിയം കണ്ടെത്തി. താൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് അമ്മ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അമ്മ എന്തിനാണ് എന്നെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്? ഞാൻ എൻ്റെ പിതാവായ ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഭയമെന്തിന്? താൻ ദൈവപുത്രനാണെന്ന് യേശു വെളിപ്പെടുത്തുകയായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ യഹൂദർ നടത്തുന്ന പ്രവർത്തനങ്ങളെ യേശു നിശിതമായി വിമർശിച്ചു. 12-ാമത്തെ വയസ്സിലും ദൈവിക ഗുണങ്ങൾ കൊണ്ട് സമ്പന്നനായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. 30 വയസ്സുവരെ യേശു നസ്രത്തിൽ ജീവിച്ചു. ജോസഫിൻ്റെ മരണശേഷം തൻ്റെ ദിവ്യമായ ദൗത്യത്തിൽ ഏർപ്പെടാൻ യേശു അമ്മയുടെ അനുവാദം വാങ്ങി. സ്നാപക യോഹന്നാൻ യേശുവിന് ജ്ഞാനസ്നാനം നൽകി. അതിനുശേഷം യേശു 40 ദിവസം ഒരു വനത്തിൽ തപസ്സനുഷ്ഠിച്ചു. ഈ തപസ്സിനിടയിൽ യേശു ദൈവത്തോട് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള കഴിവ്, ആരെങ്കിലും തന്നിലേൽപ്പിക്കുന്ന അനാദരവും പീഡനവും ക്ഷമയോടെ സഹിക്കാനുള്ള സഹനശക്തി, ദൈവദത്തമായ തൻ്റെ ശരീരം ഈശ്വര സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ശക്തി. 40 ദിവസത്തിന് ശേഷം ദൈവം തൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു എന്ന അനുഭൂതിയോടെ തപസ് അവസാനിപ്പിച്ചു. ഗലീലിലുള്ള മുക്വരാണ് യേശുവിൻ്റെ ആദ്യ ശിഷ്യർ. ഭൂമിയിൽ പ്രേമ സാമ്രാജ്യം സ്ഥാപിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്നും ആ ദൗത്യത്തിൽ അവർ തൻ്റെ സഹായികളായിരിക്കുമെന്നും യേശു അവരോട് പറഞ്ഞു. മനുഷ്യജന്മത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് പറഞ്ഞ യേശു അവരുടെ അന്തരംഗത്തിൽ തന്നെ ദൈവരാജ്യം അന്വേഷിക്കാൻ അവർ പ്രേരിപ്പിച്ചു. അത് ചിത്രീകരിച്ച് കൊടുക്കാൻ അവിടുത്തെ ഗുണപാഠകഥ പറഞ്ഞു. നല്ല ഒഴുക്കുള്ളൊരു നദി, ചെറിയ മത്സ്യങ്ങൾ വരെ ആ ഒഴുക്കിൽ സന്തോഷത്തോടെ നീന്തുന്നു. എന്നാൽ ഇതേ നദിയിലെ ഒഴുക്കിൽപ്പെട്ട് ഒരു വലിയ ആന ഒഴുകിപ്പോവുകയോ മുങ്ങിപ്പോവുകയോ ചെയ്യും. അതിൻ്റെ വലിയ ആകാരം അതിനെ സഹായിക്കുന്നില്ല. കാരണം എന്താണ്? നദിയിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആവശ്യം വലിപ്പമല്ല, നീന്താനുള്ള കഴിവാണ്. അതുപോലെ സംസാര സാഗരത്തിൽപ്പെട്ട മനുഷ്യന് ആവശ്യം ഈശ്വര പ്രേമത്തിൻ്റെ അനുഗ്രഹമാണ്, അല്ലാതെ പാണ്ഡിത്യ, കസർത്തോ, പേരോ പദവിയോ ഒന്നുമല്ല. പ്രധാനമായ 3 കാര്യങ്ങളാണ് ക്രിസ്തു ലോകത്തോട് പ്രഖ്യാപിച്ചത്. ദൈവം ഏകനാകുന്നു, ദൈവം സർവ്വവ്യാപിയാണ്, ആരെയും പീഡിപ്പിക്കരുത്. കാരണം എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം കളിയാടുന്നു. യേശു തൻ്റെ നേതൃത്വത്തിൽ ഉദ്യുക്തനായി ഈശ്വരപ്രേമം തേടാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിച്ചു. അദ്ദേഹത്തിന് വളരെ എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. സമൂഹത്തിൽ പരിവർത്തനം വരുത്താൻ ശ്രമിച്ച യേശുവിനെ പലരും അനുഗമിച്ചു. 12 പേരെയാണ് അവിടുന്ന് ശിഷ്യനായി സ്വീകരിച്ചത്. അവർ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വജീവിതത്തിൽ പകർത്താൻ യത്നിച്ചു. ക്രിസ്തു ശിഷ്യഗണങ്ങളോട് പാദം കഴുകിയതായി ബൈബിളിലുണ്ട്. എന്തിനെന്ന് ചിലർ ശിഷ്യർ ചോദിച്ചപ്പോൾ അവിടുന്ന് അരുളി, ഞാൻ നിങ്ങളുടെ സേവകൻ, അതുകൊണ്ട് നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു. ലോകത്തെ സേവിക്കാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. ഓരോ മനുഷ്യനും ദൈവദൂതൻ എന്ന നിലയിൽ തുടങ്ങണം. കർത്തവ്യം പൂർത്തീകരിക്കുമ്പോൾ അവൻ മനസ്സിലാക്കും താൻ ദൈവപുത്രനാണെന്ന്. പിന്നെ ഈശ്വരനുമായി ഏകീഭവിക്കുകയും ചെയ്യും. സ്നേഹത്തിലൂടെ തന്നിലുള്ള മറിഞ്ഞിരിക്കുന്ന ദിവ്യതയെ പ്രകാശിപ്പിച്ച പൂർണ്ണ വ്യക്തിത്വമാണ് ക്രിസ്തുവിൻ്റേത്. മാനവത്വം ഏറ്റവും ഭംഗിയായി പ്രകാശിപ്പിച്ച ജീവിതം. യേശു പണത്തിനും പദവിക്കും വില കൽപ്പിച്ചില്ല. ഒരിക്കൽ മർത്ത മേരിയുടെ ഗൃഹത്തിൽ വെച്ച് ഒരു ധനികൻ യേശുവിനെ സമീപിച്ചു. സമ്പത്തുണ്ടായിട്ടും മനഃശാന്തി ഇല്ലെന്നായിരുന്നു അയാളുടെ പ്രശ്നം. ഒരു പോംവഴി കാണിച്ചു തരാൻ അയാൾ യേശുവിനോട് അപേക്ഷിച്ചു. ഒരു എളുപ്പ വഴിയുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ? നിങ്ങൾ ധനം വാരിക്കൂട്ടുന്നു, അതോടൊപ്പം നിങ്ങളുടെ ക്ലേശങ്ങളും. ഈ ധനം നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഒരു ദിവസം നിങ്ങൾക്ക് അതിനെ വിട്ടുപോകണ്ടേ? ദരിദ്രർക്കും അശരണർക്കും ആ ധനം വിതരണം ചെയ്യും, നിങ്ങളുടെ ക്ലേശങ്ങളെല്ലാം നീങ്ങും. അങ്ങനെ ഈശ്വരാനുഗ്രഹം ധാരാളം സമ്പാദിക്കൂ. ക്രിസ്തുവിൻ്റെ ഈ സന്ദേശമാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഈശ്വരപ്രേമം എങ്ങനെ നേടാമെന്നും അന്വേഷിക്കൂ. മറ്റ് സമ്പാദ്യമെല്ലാം, പാണ്ഡിത്യം, ധനം എല്ലാം വിലയില്ലാത്തവയാണ്. പണക്കാരെ ഉപദേശിച്ചും ദരിദ്രരെയും രോഗികളെയും ശുശ്രൂഷിച്ചും യേശു ഈശ്വര വിശ്വാസാധിഷ്ഠിതമായ ഒരു നവീന ജീവിത രീതി ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അങ്ങ് യഹൂദരുടെ രാജാവാണോ? ഒരിക്കൽ ജെറുസലേമിലെ മുഖ്യ പുരോഹിതൻ യേശുവിനോട് ചോദിച്ചു. ഞാൻ അങ്ങനെ പറയുന്നില്ല, യേശു അല്ല. അങ്ങ് തെറ്റായ ശിക്ഷണത്തിലൂടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. എല്ലാവർക്കും അങ്ങയിലൂടെ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്നു. പുരോഹിതൻ പറഞ്ഞു, ഞാൻ ജനങ്ങളോട് സ്വർഗരാജ്യം അന്വേഷിക്കാനാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, എവിടെയാണ് ആ സാമ്രാജ്യം? പുരോഹിതൻ തിരക്കി.
സ്വർഗരാജ്യം നിങ്ങളിലാണ്, എല്ലാവരിലും ഉണ്ട്. എൻ്റെ ശിക്ഷണം ഇതായിരിക്കെ എന്നിലൂടെ സ്വർഗരാജ്യം പ്രാപ്തിയാകൂ എന്ന് ഞാൻ അവകാശപ്പെടുന്നതായി എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തും? യേശുദാ ശാന്ത ഗംഭീര സ്വരത്തിൽ ചോദിച്ചു. ജ്ഞാനമാകുന്ന രത്നവും സഹജാവബോധമാകുന്ന ദീപവും മറ്റുള്ളവരിൽ നിന്നും മാറ്റിവെക്കരുത്. ജീവൻ കൊടുത്ത് അത് പങ്കുവെക്കുക തന്നെ വേണം. ഇതാണ് യേശു പഠിപ്പിച്ചത്. പത്രോസിനോട് ക്രിസ്തു അരുളി, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ ജീവിക്കുക, സ്നേഹസ്വരൂപവർക്കേ ദൈവാനുഭവങ്ങൾ ഉണ്ടാകും. ത്യാഗവും സേവനവുമാണ് അതിലേക്കുള്ള പാതകൾ. ഓം ശ്രീ സായിരാം. സായിരാം. ഇനി രാഘവൻ നായർ അനുഭവങ്ങൾ വിവരിച്ചോളൂ. സായിരാം സർ. സായിരാം. സർവ്വവ്യാപിയായ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങുന്നു. 1993 ഗണേശ് ചതുർത്ഥിയുടെ ദിവസമാണ് ആദ്യമായിട്ട് ഭഗവാന് ഞങ്ങളുടെ മുകളിൽ ഒരു കടാക്ഷം ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ഗുജറാത്തിലെ രാജ്കോട്ട് പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ദിവസം ഞങ്ങൾ കുടുംബസമേതം അവിടുത്തെ സായി ഭക്തനായ ശ്രീ മേനോൻ സാർ, VPR മേനോൻ സാറിൻ്റെ ഒരു സീനിയറായിട്ടുള്ളൊരു സായി കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോകുന്നത്. പോയപ്പോൾ സാറിനും വളരെ സന്തോഷമായി. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, സാറ് മൊത്തം സ്വാമിയെക്കുറിച്ച് മാത്രമാണ് ഞങ്ങളോട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ കുറേ സമയം സംസാരിച്ചത്. അത് വളരെ അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് സ്വാമിയെ ദർശിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ സംസാരം. സ്വാമിയെ പറ്റി ഒന്നും അറിയാതെ ഞാനും അത് കേട്ടിരുന്നു, ഞാൻ ആസ്വദിച്ചു അത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സാറ് ഒരു സനാതന സാരഥി എനിക്ക് തന്നു. വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ സനാതന സാരഥി വായിക്കാൻ തുടങ്ങി. പക്ഷേ അത് വായന തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാതെ തന്നെ ഒരു വലിയ മാറ്റം, ഒരു സാത്വികമായ മാറ്റം, അത് ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങി പൊതുവെ മാറ്റം ഞങ്ങൾ അനുഭവപ്പെട്ടു. പിന്നെ ഭജനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. പിന്നെ സായി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1994 ജൂണിൽ ഗുജറാത്തിലെ പ്രശാന്തി സേവ ജൂണിൽ 15 മുതൽ 30 വരെയാണ്. അപ്പോൾ ഞാനും ശർമ്മയുടെയും പേര് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പ്രശാന്തി നിലയത്തിലേക്ക് പോയി. എൻ്റെ മോൻ അന്ന് 5 വയസ്സ് പ്രായമായിരുന്നു. അവനെയും കൂട്ടി ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ സാധാരണ സ്വാമി ജൂൺ 15 ബാംഗ്ലൂരിൽ നിന്ന് വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് പോകാനാണല്ലോ. അപ്പോൾ അവിടെ പോയി സ്വാമി ആ വർഷം വന്നില്ല. കാരണം ആ വർഷം കുടുംബം തൊഴിലിൻ്റെ ജോലിയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ സ്വാമി ബൈക്ക് വീട്ടിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടും സ്വാമി വന്നില്ല. അപ്പോൾ അവർ ലീഡേഴ്സൊക്കെ കൂടി ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ദർശനത്തിന് ബൈക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളുടെ ബസ് എന്തോ കാരണത്താൽ വഴിക്ക് കുറേ വൈകി, 2 മണിക്കൂറിട്ട് വൈകിയെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ കൂടെയുള്ളവരൊക്കെ അവർക്കെല്ലാം അറിയാം ഞങ്ങൾ ആദ്യമാണല്ലോ. അപ്പോൾ അവിടെ സമയം കഴിഞ്ഞു, ദർശനം കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അവർ വേദാജപ്പെടുന്ന കേൾക്കാം. പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ ബസ് എത്തിയതിന് ശേഷമാണ് അന്ന് ഭഗവാൻ ദർശനം തരാൻ വേണ്ടി വന്നത്. അപ്പോൾ ആദ്യത്തെ ദർശനം തന്നെ ഒരു നല്ല അനുഭവമായിരുന്നു. കാരണം ഭഗവാൻ വൈറ്റ് ഫീൽഡിൽ ഇങ്ങനെ ഒരു മതിലിൻ്റെ ഇങ്ങനെ സൈഡിലൂടെ വരുമ്പോൾ ആദ്യം കാണുന്ന ഭഗവാന്റെ ആ പകുതി പോർഷനാണ്. അപ്പോൾ എൻ്റെ അനുഭവം ഉണ്ടായത് ഇങ്ങനെ സ്വാമി ഒഴുകി വരുന്ന പോലെയാണ് എനിക്കന്ന് കണ്ടത്. എന്താണെന്ന് അറിയില്ല. പിന്നെ സ്വാമി വന്നു, ഞങ്ങൾക്ക് പാദനമസ്കാരം കിട്ടി. മോന് സ്വാമി സ്ലേറ്റിൽ ഓം എഴുതി അവനെ അനുഗ്രഹിച്ചു. ഞങ്ങൾ തിരിച്ച് രാജ്കോട്ട് വന്ന് വീണ്ടും സജീവമായി സായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. രാജ്കോട്ട് കുറച്ച് ഡോക്ടർമാർ ചേർന്ന ഒരു സായി ക്ലിനിക്, സായി ഹാർട്ട് ക്ലിനിക് എന്നുള്ളൊരു സംവിധാനം തുടങ്ങി. അത് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പുരോഗമിക്കാൻ തുടങ്ങി. അതിന് പല ഡോക്ടർമാരും സായി ഭക്തന്മാരല്ലാത്ത ഡോക്ടർമാരൊക്കെ ചേർന്ന് അത് വളരെ നന്നായിട്ട് പോയി. അപ്പോൾ സ്റ്റേറ്റ് ലീഡേഴ്സൊക്കെ അതിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി. ആയിടെ ഒരു ദിവസം അന്ന് വറോഡയിലായിരുന്നു സ്റ്റേറ്റ് പ്രസിഡന്റ് നട്ടുവാഴ്ച. അപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ ഒരു മെസ്സേജ് വന്നു, സ്വാമി 95 ജനുവരി 5 ഒരു അഭിമുഖത്തിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് വന്നു. അപ്പോൾ സംഘടന ഭാരവാഹികളൊന്നും പോകണമെന്നില്ല എന്നും ആ മെസ്സേജിലുണ്ട്. അതുകൊണ്ട് സ്വാമിജിയിൽ അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നുമില്ലായിരുന്നു. അപ്പോൾ
അപ്പം ഞാൻ എല്ലാ വർഷവും സാധാരണ ശബരിമല പോകാറുണ്ട്. അപ്പം ഞാൻ ആ പ്രാവശ്യം ഒരു 7-ന് ശബരിമല പോകാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പുട്ടപർത്തിയിൽ പോയി 2 ദിവസം തങ്ങിയിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ ശബരിമലയ്ക്ക് ഒരാഗ്രഹമാണ് ഞാനും വരാം, ഞാൻ അവിടെ തിരിച്ചു വന്നോളാം. അങ്ങനെ ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ മേനൻ സാർ പറഞ്ഞു ഞാനും വരാം, ഞാനിതുവരെ ശബരിമല പോയിട്ടില്ല, അപ്പോൾ ഞാനും കൂടെ വരാം. അങ്ങനെ ഞങ്ങൾ മേനൻ സാറും ഞാനും ശബരിമല മോനും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സായി ഭക്തൻ തന്നെയാണ് ഗുപ്ത. അപ്പോൾ ഗുപ്ത സാറിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. അദ്ദേഹം റെയിൽവേ ഒന്ന് റിട്ടയറായിട്ടുള്ള ഒരു ബുക്കിംഗ് ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറുകളെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു എനിക്കും വന്നാൽ കൊള്ളാമെന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ടെസ്റ്റിനാണ്. കാരണം ഗുപ്ത സാറിന് 81 വയസ്സുണ്ട്. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടിയാണ്. അപ്പോൾ അയാളൊറ്റയ്ക്ക് വരുന്നില്ല, വീട്ടുകാർ വരുന്നില്ല. അപ്പോൾ ഞങ്ങളാകെ പിന്നെ ഏതായാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 7-നാണ് ഞാൻ ശബരിമല പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് കൊങ്കണില്ല, അപ്പോൾ ആ വഴി തന്നെയാണ് നമുക്ക് സാധാരണ പോകാൻ, പിന്നെ ധർമ്മവരം വഴി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ട്രെയിനിൽ 4-ന് പ്രശാന്തിയിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ ഡോക്ടേഴ്സ് ഗ്രൂപ്പും 5-നാണല്ലോ സ്വാമി. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ അല്ല, അതേ ട്രെയിനിൽ തന്നെയാണ് അവരും എല്ലാവരും പുട്ടപർത്തിയിലെത്തിയത്. അപ്പോൾ ഞങ്ങളകത്ത് കടന്ന് ഞങ്ങളെ കണ്ടപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു ആരൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ധരിച്ച് ഡോക്ടർമാരെ അവർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അതല്ല, സ്വാമി ഗുജറാത്തിൽ വന്ന എല്ലാവരെയും നാളത്തെ ഇൻ്റർവ്യൂവിന് പോകുന്ന അനുവാദം തന്നിട്ടുണ്ട്. അപ്പം അത് ഒരു മഹാഭാഗ്യം. എന്താ ആ വർഷം നമുക്കൊന്നും വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് സ്വാമി ഞങ്ങളെല്ലാവരെയും ഇൻ്റർവ്യൂവിന് അനുവദിച്ചു. 1 മണിക്കൂർ വളരെ ഭഗവാന്റെ കൂടെ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ കൂടെയുള്ള സ്ത്രീകൾക്കൊക്കെ സ്വാമി വിഭൂതി ഉണ്ടാക്കി കൊടുത്തു. ഡോക്ടേഴ്സിനോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അതിൻ്റെ നാളെ പോയി ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ കണ്ട് നല്ല രീതിയിൽ അതൊക്കെ പഠിച്ച് പോകാനൊക്കെ പറഞ്ഞു. പിന്നെ സ്നേഹത്തോടെ പല കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ സ്വാമി മനസ്സിനെ കുറിച്ചിട്ട്, പിന്നെ ഭക്തിയെ കുറിച്ചിട്ട്, പിന്നെ ഭഗവാന്റെ ഗ്രേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഈ നമ്മുടെ ഗുപ്ത സാറ് ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ സാറ് സ്വാമിനെ മുട്ടിൽ നിന്നിട്ട് പറഞ്ഞു സ്വാമി അസുഖമാണെന്ന്. സ്വാമി ഉടനെ ഒരു റോസറി മാല സൃഷ്ടിച്ചു. അത് കൈകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം കാണിച്ചു. അതിനെക്കുറിച്ച് നല്ലൊരു വിശദമായി സംസാരിച്ചു. സാറിനത് കൊടുത്തു. അങ്ങനെ ഞങ്ങളൊരു വലിയൊരു ഭാഗ്യം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ശബരിമലയിൽ പോയി. ഒരു ഭാര്യ ശർമ്മയും മോനും അവർ രാജ്കോട്ട് പോയി. ഞങ്ങൾ ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് കയറി ഞങ്ങൾ രാജ്കോട്ട് വന്നു. ഫുൾ ചാർജിലാണല്ലോ, ഒരു വിചാരിക്കാണ്ട് ഇൻ്റർവ്യൂ കൂടി കിട്ടി. അപ്പോൾ ഞങ്ങൾ സജീവമായി സായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അന്നത്തെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആ ഒരു രീതി എല്ലാം തോന്നുന്നു. അപ്പോൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഒരു കാറ്റിയാല സാറായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു രാഘവൻ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ജൂനിയർ ഡെപ്യൂട്ടിയാണ്. പിന്നെ ഞങ്ങൾ 2 പേരെ മലയാളികളായിട്ടുള്ളൂ. ഒരു രാജ്കോട്ട് ഗുജറാത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററുമാണ്. ഒരു വലിയ പദ്ധതി, സ്റ്റേറ്റ് ലീഡറൊക്കെ ഉള്ള ഒരു വലിയ പദ്ധതി ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അപ്പോൾ സാറ് നല്ല സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റെടുക്കണം. നേരം പറഞ്ഞു സ്വാമി നോക്കിക്കോളും, ഏറ്റെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൺവീനറായി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സമപ്രായക്കാരനായ ഡോക്ടർ സുബോധ് കോരകാംകർ അദ്ദേഹം സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടും വന്നു. അപ്പോൾ നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. 70ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ ശർമ്മയിൽ പുട്ടപർത്തിയിൽ പോയി. ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അന്ന് ഡ്യൂട്ടി. അപ്പോൾ ഒരു 10 ദിവസം ഭഗവാന്റെ അനുഗ്രഹത്തോടെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. തിരിച്ചു വന്നു. പിന്നെ 96-ൽ സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ ഒരു മെസ്സേജ് വന്നു. അവിടെ PS ഡ്യൂട്ടിയുടെ ഒരു ട്രെയിനിങ് ഉണ്ട്, പറ്റുമെങ്കിൽ രാജ്കോട്ടിൽ നിന്ന് കുറച്ച് പേര് പോകണം. അപ്പോൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഞാനും കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾ 6-7 പേര് പോയി. ശ്യാമൾ സാറായിരുന്നു അതിൻ്റെ പിന്നെ ട്രെയിനർ. അപ്പോൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് സാറ് ഐഡൻറ്റിറ്റി കാർഡ് തരുമ്പോൾ പറഞ്ഞു അന്ന് സ്വാമി വൈറ്റ് ഫീൽഡിലായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു ഇരിക്കാനുള്ള സംവിധാനം ഞാൻ വിളിച്ച് പറഞ്ഞ് ചെയ്യാം. സ്വാമി ചിലപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ഇതിൽ ബ്ലസ് ചെയ്യിക്കാം.
അപ്പം ഞാൻ ഏതായാലും പറഞ്ഞു ഞാൻ പോകാൻ പോയി, ഞങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് പോകാം. അപ്പം മറ്റുള്ളവരൊക്കെ ഞങ്ങൾ പോയിക്കൊള്ളാന്ന് പറഞ്ഞ് എല്ലാവരും ഐഡൻറ്റി കാർഡ് എന്തെങ്കിലും തന്നിട്ട് അവർ പോയി. അങ്ങനെ ഞാൻ ബൈക്ക് ഫീൽഡിൽ പോയി. സാറ് പറഞ്ഞ ആളെ കണ്ടപ്പോൾ അദ്ദേഹം ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. അങ്ങനെ സ്വാമി വന്നു, നന്നായിട്ട് മുമ്പിൽ നിന്ന് ആ കാർഡൊക്കെ ബ്ലസ് ചെയ്ത് തന്നു. അങ്ങനെ അത് കഴിഞ്ഞു. 97 ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരു ഡേറ്റ് അയക്കും. അപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ പോയിരുന്ന എനിക്ക് ബുദ്ധ ഗാർഡനിലായിരുന്നു ആദ്യം ഡ്യൂട്ടി അലോട്ട് ചെയ്ത്. ഞാൻ അവിടെ പോയി ഡ്യൂട്ടി തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ ഗഡിയ സാബ് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗഡിയ സാബ് സാധാരണ രാജ്കോട്ടൊക്കെ ഫ്രീക്വൻറ്റ് വിസിറ്റ് ചെയ്യുന്ന ആളാണ്, ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേക്ക്. അപ്പോൾ സാറിന് അറിയാം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്നോട് പറഞ്ഞു റൂമിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു പാതുക പൂജയുടെ ഒരു ഉത്സവം നടക്കുകയാണ്, അത് 5 ദിവസത്തെ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ സ്വാമിയുടെ ഭക്തനായ സുബ്രഹ്മണ്യ ചെട്ടിയാരാണ്. അങ്ങനെ ഇവിടെ 5 ദിവസത്തെ പരിപാടി, സ്വാമിയുടെ മുരുകൻ്റെ പ്രതിഷ്ഠ, പിന്നെ സ്വർണ്ണരഥത്തിൽ സ്വാമിയുടെ എഴുന്നള്ളിപ്പ്, പിന്നെ പാതുകാ പൂജ. പിന്നെ അതിനെക്കുറിച്ച് വളരെ ഇതായിട്ട് സാറ് പറഞ്ഞു, വളരെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് എഴുതാൻ പറ്റൂ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു രാഘവൻ, ഈ 2 ദിവസം കൊണ്ട് ശർമ്മിളേന ഇവിടെ എത്തിക്കണം, നിങ്ങൾ ഇതിൽ പങ്കെടുക്കണം, അതെൻ്റെ ഒരു ആവശ്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വരാൻ പറ്റില്ല, ടിക്കറ്റ് ബുക്ക് എടുക്കാൻ അങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ ഒറ്റക്കാണ്. സാറിന് മനസ്സിലായി. അപ്പോൾ ഒന്നും നോക്കണ്ട, ഈ ഫ്ലൈറ്റ് അവരൊന്ന് എത്തിക്കണം, ഞാൻ നിങ്ങൾക്ക് പൂജ ചെയ്യാനുള്ളൊരു പാതുക അങ്ങനെ അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ രാത്രി ശർമ്മിളയെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾ ടെൻഷനിലാണ്. മോന് ചെറിയ അസുഖമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മോൻ്റെ കാര്യം നോക്കണ്ട, ബാക്കി ഇപ്പം ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ അന്ന് രാത്രി തന്നെ റെയിൽവേയിലൊക്കെ അവർ ഈ VIP കോട്ടയിലൊക്കെ ടിക്കറ്റ് എടുത്ത് ശർമ്മിളേനെ പിറ്റേസ് അയച്ചു. സാറ് പറഞ്ഞ പോലെ പിറ്റേ ദിവസം ഞാൻ സാറിൻ്റെ റൂമിൽ പോയപ്പോൾ സാറിൻ്റെ സിസ്റ്റർ ഉണ്ട് അവിടെ. അപ്പം അവർ അമേരിക്കൻ ഗ്രൂപ്പിലാവുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് രാഘവനാണ്, അവർ രാഘവന് പൂജയ്ക്ക് ഒരു പാതുക കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ UK ഗ്രൂപ്പിലില്ല, അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ സാറ് അറിഞ്ഞുവാണ് ചിലപ്പോൾ ആരും വരാതെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു പൂജയ്ക്കൊരു പാതുക കൊടുത്തിട്ട് പിന്നെ അത് പൂജ കഴിഞ്ഞ് തിരിച്ച് വാങ്ങിക്കാം. അപ്പോൾ അവരൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒരു പാതുക അവർ കൊടുക്കാം. അങ്ങനെ അതും വിചാരിക്കാതെ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ആ പാതുക ഞങ്ങൾക്ക് തന്നു. ശർമ്മിളെത്തി. ഞങ്ങൾ 5 ദിവസത്തെ പൂജയിലൊക്കെ എല്ലാം പങ്കെടുത്ത് രാജ്കോട്ടെത്തി. രാജ്കോട്ട് ഞങ്ങൾ എത്തുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഞങ്ങൾ വൈകുന്നേരം എത്തി. നേരെ പോകുന്നത് സ്വാമിജി ഭജനയിലേക്ക്, ഹോസ്പിറ്റലിൽ സ്വാമിജി ഭജന നടക്കുകയാണ്. അപ്പോൾ ഭജന കഴിഞ്ഞപ്പം അപ്പോൾ എല്ലാവർക്കും അറിയാം, കാരണം പെട്ടെന്ന് ശർമ്മിള വന്നതൊക്കെ ആൾക്കാർക്ക് അറിയാം, സ്റ്റേറ്റ് കോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. ഭജനയിൽ സാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഈ പാതുക എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് പൂജ ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ കുറച്ച് പേര് അവിടെയുള്ളവർ ആ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ അങ്ങനെ നമ്മൾ. അപ്പോൾ സാറ് നല്ല പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്, ഈ മഹാരാഷ്ട്ര ഗണേശ് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പിന്നെ പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്ന് വൈകുന്നേരം വെച്ച് പൂജ ചെയ്ത് വ്യത്യാസം അവിടെ നിന്ന് മാറ്റി മറ്റൊരു വീട്ടിൽ വെക്കാം. അങ്ങനെ 3-4 പേരായിരുന്നു പറഞ്ഞു. ഞാൻ ആദ്യം സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ആ പാതുക 1 മാസം 30 വീട്ടിൽ കൊണ്ടുപോയി പൂജ ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിൽ എത്തുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഭാഗ്യം ലഭിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്നൊരു ഫോൺ വന്നു, സ്വാമിയുടെ കൂടെ പാതുക പൂജ മാധവന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ സ്വാമിയുടെ കൂടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെന്ന്. അപ്പം ഞങ്ങളങ്ങനെ ഒരു ഫോട്ടോ സ്വാമി ഞങ്ങൾ പൂജയുടെ സമയത്ത് ഞങ്ങൾ അടുത്ത് വന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സംശയം പറഞ്ഞപ്പോൾ അവർ അയച്ചു തന്നു. അപ്പോൾ സത്യത്തിൽ അതാണ് ചെറിയൊരു ഇത്. സ്വാമി ഞങ്ങൾ കുറച്ച് അത് ഞങ്ങൾ അടുത്തുള്ള പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 5 ദിവസത്തെ ഉത്സവമായിരുന്നു. പാതുക പൂജ ആദ്യം ഗണേശ് മുരുകൻ്റെ പ്രതിഷ്ഠ, പിന്നെ പാതുക പൂജയും സ്വാമിയുടെ പിന്നെ ഒരു ദിവസം എഴുന്നള്ളത്ത്, പിന്നെ ഒരു പാതുക പ്രൊസഷൻ. അവസാനം തോന്നുന്നു സ്വാമി നേരിട്ട് വന്ന് ഓരോ പാതുകയിലും അരിയിട്ടുള്ള ഒരു ബ്രഷ് ചെയ്യുന്നൊരു ഇല്ലായിരുന്നു. അന്നാണ് തോന്നുന്നത് അത് വന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ സ്വാമിയുടെ കൂടെയുള്ള ഒരു ചെറിയ ഫോട്ടോ അത് മാതൃഭൂമിയിൽ പ്രിന്റ് ചെയ്ത് വരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കളത് കാണുന്നു. അപ്പം ഭഗവാന്റെ ഒരു എന്താ പറയുക, നമ്മളോടുള്ള സ്നേഹം എങ്ങനെ ഭഗവാൻ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവം. അതുകൂടാതെ എപ്പോഴും സ്വാമി ഉയർത്തിയതും താഴ്ത്തിയതും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുട്ടികൾ മോൻ നല്ല സെറ്റിലായിട്ട് അവൻ ഗുജറാത്തിൽ തന്നെയാണ്, ബറോഡയിൽ ഫാമിലിയുടെ കൂടെ ജോലി നോക്കുന്നുണ്ട്. എല്ലാറ്റിലും ഭഗവാന്റെ സഹായമുണ്ട്. മോള് ഇപ്പോൾ PG കഴിഞ്ഞ് അവളിപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യായിരുന്നു, ഇപ്പം വന്നിട്ടുണ്ട് ഇവിടെ.
അപ്പം അങ്ങനെ ഭഗവാനോട് ഇനിയും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനോടും അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സായിരാം. സായിരാം സർ. ప్రజెంటేషన్. ఈనాడు అహంకారపరమైనటువంటి యొక్క ఆశలను అభివృద్ధి గావించుకోవటం చేతనే మానవత్వం అనేటువంటిది నశించి దానవత్వము పశుత్వముగా మారి దివ్యత్వాన్ని మరిపించి దైవత్వానికి దూరమై దానవత్వంలో జీవిస్తూ ఉంటున్నాం. As man has developed selfish desires in excess and beyond any limit, he has lost his human nature, his divine nature, and becoming an animal, a brute, and a demon. కనుకనే మానవుడు వేయు ప్రతి అడుగు కూడాను ధర్మము తప్పుచున్నది. That is the very reason why at every step man is going on the unrighteous path. ప్రతి ఆశ యందు కూడాను కేవలము ఒక భవిష్యత్తు అయినటువంటి యొక్క అభివృద్ధి మార్గాన్ని విస్మరించిపోతున్నది. Every desire is devoid of the future welfare and future progress. ప్రతి ఆశ దురాశగా మారుతున్నది. Every desire is becoming greed. మానవ అభ్యుదయ భావాలు అడుగంటిపోతున్నవి. Ideas which will bring about human welfare are totally absent. మానవుని కన్నుల యందు ప్రేమ నశించినది. Love has lost its presence in the vision of man. మానవుని మాటల యందు సత్యము సంకుచితమైపోయినది. Truth is totally disappearing in the words of man. ఆధ్యాత్మికమా కేవలం ఆడంబరంగా రూపొందుతుంది. Spirituality is becoming a mere pompous show. కామక్రోధాది గుణములు కేవలము అదుపు తప్పి స్వేచ్ఛగా విహరించుచున్నవి. Evil qualities like anger, desire, excessive desire, మానవుని యందు చైతన్యము చల్లబడినది. consciousness is reaching a low level in the man. మానవునికి మధ్యనున్న సంబంధ బాంధవ్యం అనేటువంటిది కృత్రిమ రూపాన్ని ధరించినటువంటిది. The type of relationship that must exist between man and man is becoming highly artificial. నిజము చెప్పవాలంటే మానవత్వమే శూన్యమైపోయినది. If truth has to be spoken, one has to say that humanity has disappeared. ఇట్టి తరుణమునందు ఇట్టి పరిస్థితుల యందు మానవుడు దేనిని సాధించాలి? Under these circumstances, what is it that man has to achieve? మానవుడు శాంతిని ఆనందమును సుఖమును అనుభవించాలంటే దేనిని మనం పొందాలి? If man has to enjoy peace, happiness and bliss, what is it that he should acquire? ఇది ఈనాడు అత్యవసరమైనటువంటి జవాబు. This is what has to be looked into by way of an answer. మనం ఈనాడు సాధించవలసినటువంటిది దైవ ప్రీతి. Today what we have to acquire and achieve is love for God. సాయిరాం భజన పాడికో. സായിരാം. എല്ലാവർക്കും സായിരാം. ശിവശംഭോ ഹര ഹര ശംഭോ, ശിവശംഭോ ഹര ഹര ശംഭോ, ഭവനാശ കൈലാസ നിവാസ, ഭവനാശ കൈലാസ നിവാസ, ശിവശംഭോ ഹര ഹര ശംഭോ, പാർവതീപതി हरे पशुपते, पार्वतीपते हरे पशुपते, गंगाधरा शिव गौरीपते, हर गंगाधरा शिव गौरीपते, शिव शंभो हर हर शंभो, भवनाश कैलास निवास, शिव शंभो हर हर शंभो, पार्वतीपते हरे पशुपते, गंगाधरा शिव गौरीपते, हर गंगाधरा शिव गौरीपते, शिव शंभो हर हर शंभो. साईराम. ఆ భజన నన్నాయి. సాయిరాం.
താങ്ക് യു മാഡം, വളരെ നന്നായി ഭജന. സായിരാം. താങ്ക് യു. സായി ഉപമ. ഓരോരുത്തരും വിഭിന്ന സ്വഭാവവും സാമർഥ്യവും ഉള്ളവരാണെങ്കിലും എല്ലാവരോടും പ്രേമം വളർത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരേ രക്തം തന്നെയാണ് ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തിലും ഒഴുകുന്നതെങ്കിലും കണ്ണിന് മണക്കുവാനോ കാതിന് കാണുവാനോ മൂക്കിന് കഴിക്കുവാനോ കഴിയുന്നില്ല. വിഭിന്നതകൾക്ക് ഊന്നൽ കൊടുക്കാതിരിക്കുക. അതിന് പകരം അടിസ്ഥാനപരമായ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രേമം പരിശീലിക്കുക. ഒരു കപ്പ് വെള്ളത്തിൽ ലയിച്ച പഞ്ചസാര നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല, എങ്കിലും നാവിൽ വെച്ചാൽ ഓരോ തുള്ളിയും മധുരമായിരിക്കും. അതുപോലെ ഈശ്വരൻ അദൃശ്യനാണെങ്കിലും അന്തർലീനനാണ്. ഉച്ചനീച വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഏതൊരു വ്യക്തിക്കും അതിൽ അന്തർലീനനായിരിക്കുന്ന ഈശ്വരനെ അനുഭവിക്കാവുന്നതാണ്. നാമസ്മരണ ചെയ്യുക. നാമമാധുര്യം ഹൃദയത്തിൽ അനുഭവിക്കുക. ആ നാമങ്ങളിലും ഈശ്വരന്റെ മഹത്വത്തിലും കാരുണ്യത്തിലും മുഴുകുക. അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരനെ എല്ലാവരിലും കാണുവാനാകും. എല്ലാവരിലും ഈശ്വരനെ കാണുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും സാധിക്കും. എല്ലാവരിലും ഈശ്വരനെ കാണുന്നത് വരെ മാനവ സേവനം ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പ്രവൃത്തികൾ ആരാധനയായി ഉയർത്തുക. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹപൂർവ്വം സായിരാം. സായിരാം.